ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും 2 തരത്തിലുള്ള ഓലനാണ് കേട്ടോ. നമ്മളെല്ലാവരുടെ വീട്ടിലും ഓലൻ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഓലൻ ഉണ്ടാക്കുന്നത്. അതും നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റിലാണ് ഈ ഓലൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഓണത്തിന് ഈ ഓലൻ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 2 വിധത്തിൽ നമ്മൾ ഓലന്, ഒന്ന് ഇളവനും ഒന്ന് മത്തനും വെച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്യുക ഓലന് വേണ്ടിയിട്ടുള്ള ഇളവനും മത്തനും. അപ്പോൾ നമുക്ക് വേഗം വേവിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് സാധാരണ പയർ, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പയർ കേട്ടോ. ഈ പയറിന് പകരം നിങ്ങൾക്ക് മമ്പയർ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ വേറൊരു വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മമ്പയർ ഉപയോഗിക്കാം കേട്ടോ. മമ്പയർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് വേണമെങ്കിലും ഈ പയറിന് പകരം ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഈ പയർ ആണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. രണ്ടിനും കൂടി ഒന്നിച്ചാണ് പാലെടുത്ത് വെച്ചത്. അപ്പോൾ ഇത് 2ാം പാല്, ഇത് 1ാം പാലാണ്. 1ാം പാല് കുറച്ചേ ഉള്ളൂ, 2 ഗ്ലാസ്സോളം ഉള്ളൂ. ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുള്ളൂ. പിന്നെ 2ാം പാലും. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്. പിന്നെ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടായി നമുക്ക് തോന്നുന്നത് നാളികേരം ചിരവി പിഴിഞ്ഞെടുക്കുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു ജോലി തന്നെയാണ്. അപ്പോൾ അത് എളുപ്പമാക്കി എടുക്കാനാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. കട്ട് ചെയ്യുക, ഒന്ന് ക്രഷ് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്ന് നാളികേര പാലെടുക്കുക കേട്ടോ. ഇന്ന് അത് പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ ഒന്ന് വെച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആദ്യത്തെ ഓലനെ ഉണ്ടാക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം 1 കപ്പോളം 2ാം പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തത്. 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പോളം ഞാൻ പാല് എടുത്തിട്ടുള്ളൂ. 2ാം പാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഓലൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. അപ്പോൾ മത്തനൊക്കെ നൈസായിട്ടാണ് അരിഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പക്ഷേ അതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ പാലൊക്കെ ഒന്ന് പിരിഞ്ഞു പോയ പോലെ തോന്നും. ഒന്ന് തിള വരുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് റെഡിയാവും. അല്ലെങ്കിൽ നാളികേരപ്പാൽ നമ്മൾ കഷ്ണിട്ട് വേവിക്കുമ്പോൾ ചില സമയത്തൊന്ന് പിരിഞ്ഞു പോലെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊന്ന് വേവിച്ച് എടുക്കുകയാണെങ്കിൽ മത്തനൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കേ. അപ്പോൾ നമുക്കൊന്ന് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കണ്ടു, അതുപോലെ നല്ല തിളച്ച് വെന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് സിമ്മിലാക്കുക. അപ്പോൾ ഒന്ന് വേവട്ടെ. ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വെന്ത് വരണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ആവശ്യത്തിനിടുക. ഒരു 2-3 പച്ചമുളകൊക്കെ ഇടുക. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എരിവ് നന്നെ കുറവാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ 1 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ഞാൻ മെല്ലെ തുറന്ന് നോക്കുമ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഇതുപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഞാൻ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2ാം പാൽ തന്നെ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നന്നായി മത്തനൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓലൻ്റെ കഷ്ണമൊക്കെ തീരെ ഉടയരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നമുക്കൊന്ന് ഇത്ര വേവില്ലാതെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് മത്തനൊക്കെ. ഇനി നമുക്ക് ആദ്യത്തെ പാലാണ്, 1ാം പാൽ. നല്ല കട്ടിയോട് കിട്ടില്ല 1ാം പാലാണ് ഇവിടെ എടുത്തു വെച്ചത്. ഒരു ചെറിയൊരു ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തു വെച്ചത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എത്രയാണ് പാലെന്നൊന്നും പറയുന്നില്ല. നമ്മൾ അളവിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് തിളക്കരുത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതിപ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ്സോളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കറിവേപ്പില അതിലേക്ക് ഇടുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് ഇട്ടത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മൾ ഓലൻ റെഡിയായി. എത്ര പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടി വേണ്ട ഈ ഓലൻ ഉണ്ടാക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇത് കൂട്ടിയിട്ട് ചോറിനെ ഉണ്ണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇത് കൊടുത്താൽ മതി, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കാണാൻ. നമ്മൾ അടപ്പായസമൊക്കെ വെച്ച ഒരു ഇങ്ങനെ സ്റ്റൈലിലാണ് കേട്ടോ അതുണ്ടാവുക. പിന്നെ നമ്മളെ മത്തൻ്റെ കളറിനനുസരിച്ച് നല്ല കളറും ഉണ്ടാവും, നല്ല മഞ്ഞ കളറിലുണ്ടാവും. ചില മത്തന് കളറ് കുറവാണെങ്കിൽ അതിൻ്റെ കളറ് കുറഞ്ഞായി കാണിക്കും. അപ്പോൾ ഇത് നല്ല കളറിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓലൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച്
ഒരു 2.5 കപ്പോളം നാളികേരപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇളവൻ്റെ കഷ്ണമാണ് ഇതിലേക്ക് ഇട്ടത്. ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇളവനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്നുണ്ട്. മുഴുവനായിട്ട് വേവണ്ട, ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇടാനുള്ളത് പയറാണ് കേട്ടോ. ഞാൻ മുറിച്ച് വെച്ച പയർ, ഇതാണ് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ മമ്പയർ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ ഉപ്പേരി വയ്ക്കുന്ന പയറാണ് വെച്ചത്. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നല്ല ഭംഗിയാണ്, പച്ചയും വെള്ളയും കൂടി ആ ഓലൻ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇതുപോലെ ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുക കേട്ടോ പച്ചമുളക്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്നത് വേവാൻ വരെ വെയിറ്റ് ചെയ്യാൻ. ഒരുപാട് വെന്ത് അലിയൊന്നും വേണ്ട ഈ ഇളവൻ. അതുപോലെ നമ്മളെ പയറിനും അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റോളം, മാക്സിമം 5 മിനിറ്റ് മതി, എത്ര ഒന്നും വേണമെന്നില്ല. നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ മത്തൻ പിന്നെ ഉടഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഓലിന്. ഇളവൻ അത്ര അങ്ങനെ ഉടയൊന്നുമില്ല, എന്നാലും നിങ്ങൾ നോക്കിയിട്ടൊന്ന് എടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണിയുമില്ല, നമുക്ക് 1-ാം പാൽ, കട്ടിയുള്ള പാൽ 1-ാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുത്ത് അത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്തിടാം. ഇനി ഞാനിത് ബൗളിലേക്ക് മാറ്റുകയാണേ. അപ്പോൾ എത്ര പെട്ടെന്ന് 2 വിധം ഓലന ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. അത് നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഓലനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കുക. നല്ല വെറൈറ്റി ഓലനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയും നമുക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ ഈ ഓലൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളി ഓലനാട്ടോ. നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നായാലും വെച്ച് നോക്കണം. അപ്പോൾ അടിപൊളി ഓണത്തിന് നല്ലൊരു 2 ഓലൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പുളിയിഞ്ചിയും മത്തങ്ങ എരിശ്ശേരിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വീഡിയോയിൽ കാണുക. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഓരോ വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബായ്.